സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ലളിതാ സഹസ്രനാമത്തിലെ 901 മുതൽ 910 വരെയുള്ള നാമങ്ങൾ നോക്കാം. ആ നാമങ്ങളുടെ അർത്ഥം ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ, ഗണേശായ നമ, സരസ്വതിയെ നമ. ഇന്ന് നമ്മൾ നോക്കുന്ന ആ ഒരു ശ്ലോകങ്ങൾ, അതിൻ്റെ ഇടയിലാണ് ഈ നാമങ്ങൾ വരുന്നത്. വീരഗോഷ്ഠിപ്രിയ, വീര നൈഷ്കർമ്മ്യനാഥരൂപിണി, വിജ്ഞാന കലന കല്യ, വിദഗ്ധ ബൈന്ദവാസന, തത്വാധിക തത്വമയി, തത്വമർത്ഥസ്വരൂപിണി, സാമഗാനപ്രിയ, സൗമ്യ, സദാശിവ കുടുംബിനി. ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ നാമങ്ങൾ വരുന്നത്. അപ്പോൾ 901 നാദരൂപിണി എന്ന് പറയുന്നു. നാദം തന്നെ രൂപമായവൾ. അപ്പോൾ നാദശബ്ദം എന്ന് പറയുന്നത് ശബ്ദബ്രഹ്മമാണെന്ന് പറയും. അപ്പോൾ ശബ്ദബ്രഹ്മത്തെക്കുറിച്ച് ഇതിനു മുമ്പും കുറേ നാമങ്ങളൊക്കെ പറഞ്ഞു. പരാപശ്യന്തി, മധ്യമ, വൈഖരി എന്ന് 4 രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നും പ്രണവത്തിൻ്റെ അവസാനം അന്തത്തിലുള്ളതാണ് നാദം എന്നും നമ്മൾ നേരത്തെ നോക്കിയിരുന്നു വേറെ കുറച്ച് നാമങ്ങളിൽ. ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇതിലും പറയുന്നത്. നാദം തന്നെ രൂപമായ ദേവി എന്നർത്ഥം. ഇനി 902 വിജ്ഞാന കലന, വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നവൾ. വിജ്ഞാനം, ഇപ്പോൾ ജ്ഞാനം വിജ്ഞാനം എന്നൊക്കെ പറയില്ലേ, ആ ഒരു വിജ്ഞാനത്തെക്കാളും കുറച്ച് ഒരു പടി ഉയർന്നതാണ് വിജ്ഞാനം. കാരണം ആ ഒരു ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മധുരം കഴിക്കുന്നു, മധുരം കാണുന്നു. ഇപ്പോൾ ലഡ്ഡു കാണുന്നു എന്ന് പറയുമ്പോൾ അത് ജ്ഞാനമാണ്. എന്നാൽ ലഡ്ഡു കഴിച്ചു കഴിയുമ്പോൾ ശരിയായിട്ടുള്ള അതിൻ്റെ രുചി, ഗുണം എല്ലാം നമുക്ക് മനസ്സിലാവും. അതാണ് അവിടെ വിജ്ഞാനം ലഭിക്കുന്നു. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി പോലെയാണ് ജ്ഞാനവും വിജ്ഞാനവും. വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നവൾ ദേവി എന്നർത്ഥം. അപ്പോൾ ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത് ചതുർദശ വിദ്യകളാണെന്ന്. 14 തരം വിദ്യകൾ, 4 വേദങ്ങളും 6 വേദാംഗങ്ങളും അതുപോലെ തന്നെ ചതുർദശ വിദ്യകൾ എന്ന് പറയുന്നുണ്ട്. അതിനെ 14 വിദ്യകൾ, 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, അതുകൂടാതെ മീമാംസ, ന്യായശാസ്ത്രം, പുരാണം, ധർമ്മശാസ്ത്രം, ഇതെല്ലാം ചേർന്നതാണ് ചതുർദശ വിദ്യകൾ. ഇതെല്ലാം ഇവയെ കലനം ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥമാണ് വിജ്ഞാന കലന. വിജ്ഞാനത്തെ കലനം ചെയ്യുക, ഉണ്ടാക്കുക, വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നവൾ. വിജ്ഞാന ശബ്ദം ബ്രഹ്മസാക്ഷാത്കാരത്തെയും കുറിക്കുന്നു. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തെ ഉണ്ടാക്കുന്നവൾ എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി 903 കല്യ. കല്യ സൃഷ്ടി എന്നുള്ളൊരു അർത്ഥം കല്യ എന്നുള്ളതിന് കൊടുക്കുകയാണെങ്കിൽ സൃഷ്ടിരൂപിണി. കലാവിദ്യകളിൽ താല്പര്യം, നൈപുണ്യം ഉള്ളവൾ എന്നും അർത്ഥമുണ്ട് കല്യ. സരസ്വതിയാണല്ലോ കലാവിദ്യകൾക്ക് അധിഷ്ഠാന ദേവത. അപ്പോൾ ആ ഒരു രീതിയിലും കല്യ എന്ന് നമുക്ക് പറയാം. സൃഷ്ടി എന്ന് ആ ഒരു കല്യ ശബ്ദത്തിന് സൃഷ്ടി എന്ന് കൊടുക്കുകയാണെങ്കിൽ സൃഷ്ടിരൂപിണി. ഇനി സാമർത്ഥ്യം എന്ന് കൊടുക്കുകയാണെങ്കിൽ സാമർത്ഥ്യത്തെ ദാനം ചെയ്യുന്നവൾ. കല്യ എന്ന് പറയുമ്പോൾ സാമർത്ഥ്യം എന്നുള്ളൊരു അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ സാമർത്ഥ്യത്തെ ദാനം ചെയ്യുന്നവൾ, സൃഷ്ടിരൂപിണി, സൃഷ്ടി തന്നെ രൂപമായവൾ. പിന്നെ മംഗളം എന്നുള്ളൊരു ശബ്ദമുണ്ട് കല്യ. അപ്പോൾ മംഗളരൂപിണിയായ ദേവി എന്നും അർത്ഥം പറയാം. ഇനി 904 വിദഗ്ധ. വിദഗ്ധ എല്ലാ ഒരു കാര്യത്തിൽ വൈദഗ്ധ്യം, നൈപുണ്യം എന്നൊക്കെ പറയില്ലേ, വിദഗ്ധമായിട്ട് ചെയ്യുക. അപ്പോൾ ആ വൈദഗ്ധ്യമുള്ളവൾ അല്ലെങ്കിൽ സാമർത്ഥ്യമുള്ളവൾ ദേവി എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരിലും പല തരത്തിലുള്ള നൈപുണ്യം, സ്കില്ലുണ്ടാവുമല്ലോ. ആ സ്കില്ല് ഏത് രീതിയിലുള്ള സ്കില്ല് കാണുന്നെങ്കിലും അതെല്ലാം ദേവി ചൈതന്യം കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ വിദഗ്ധ എന്നതിന് സ്വതന്ത്രശീലമുള്ളവൾ എന്നും അർത്ഥം. ഇനി സ്വതന്ത്ര എന്ന് പറയുമ്പോൾ വിദഗ്ധ എന്നതിന് സ്വതന്ത്ര എന്നുള്ള അർത്ഥം പറയുകയാണെങ്കിൽ സ്വതന്ത്രശീലമുള്ളവൾ. സ്വതന്ത്ര എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു നാമം ഇതിനു മുമ്പ് നമ്മൾ 723 നാമം നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ദേവി സ്വതന്ത്രയാണ്. ആരാലും എന്താ പറയുക, നിയന്ത്രിക്കപ്പെടാൻ പറ്റില്ല.
അത്രയും സ്വാതന്ത്ര്യം ഉള്ള ദേവി എന്നർത്ഥം. ഇനി 905 ഭൈന്ദവാസന. ബിന്ദുവിനെ സംബന്ധിച്ചതാണ് ഭൈന്ദവം. ഭൈന്ദവം തന്നെ ആസനമായിട്ടുള്ളവൾ. അപ്പോൾ ഈ ആജ്ഞാചക്രത്തിന് മുകളിൽ സഹസ്രാര പത്മത്തിൻ്റെ മധ്യ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അർത്ഥം. ആജ്ഞാചക്രം, അതിന് മുമ്പിൽ സഹസ്രാര പത്മം, അതിൻ്റെ മുകളിൽ സഹസ്രാര പത്മത്തിൻ്റെ മധ്യബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സഹസ്രാര പത്മം തന്നെ ആനന്ദത്തെ കാണിക്കുന്നു. സർവ ആനന്ദമയ ചക്രമാണ് സഹസ്രാര പത്മം. അപ്പോൾ ഈ ശരീരത്തിൻ്റെ 6 ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മുകളിൽ സഹസ്രാര പത്മം. അപ്പോൾ ആ സഹസ്രാര പത്മം ആനന്ദമയ ചക്രമാണ്. ആ സ്ഥലം തന്നെ ആസനമായിട്ടുള്ളവൾ എന്നർത്ഥം. ഇനി അല്ലെങ്കിൽ ബിന്ദുക്കളുടെ സമൂഹമാണ് ഭൈന്ദവം. അങ്ങനെയാണെങ്കിൽ ബിന്ദു സമൂഹം തന്നെ ആസനമായവൾ എന്നും പറയാം. ഇനി ശ്രീചക്രം ദേവീ രൂപമാണെന്ന് പറയുമല്ലോ. അതിൻ്റെ തന്നെ ത്രികോണ മധ്യത്തിൽ ഒരു ബിന്ദുവായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഒരർത്ഥവുമുണ്ട്. ഇനി അടുത്തത് 906 തത്വാധിക. തത്വങ്ങളെക്കാൾ അധികമായിട്ടുള്ളവൾ. അപ്പോൾ നമ്മൾ തത്വം ശിവതത്വത്തെ കുറിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ആ തത്വം എന്ന പദം ശിവതത്വമാണെങ്കിൽ ആ ശിവതത്വത്തെക്കാൾ അധികമാണ്, ശ്രേഷ്ഠമാണ്. അല്ലെങ്കിൽ ചിത് സ്വരൂപം. ചിത്ത് എന്ന് പറയുമ്പോൾ ജ്ഞാനം എന്നൊക്കെ അർത്ഥമാണ്. ചിത്ത് തന്നെ സ്വരൂപമായവൾ ദേവി എന്നർത്ഥം. ഇനി 907 തത്വമയി. തത്വങ്ങളുടെ രൂപത്തോടു കൂടിയവൾ. ഈ തത്വമയി എന്നതിന് തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ രൂപമായിട്ട് പറയാം. തത്വമയി എന്നുള്ളത് തത്വമസി തന്നെയാണ്. അത് ഒരു സംബോധനയായിട്ട് പറയുമ്പോൾ തത്വമയി എന്ന് പറയുന്നു. അപ്പോൾ ദേവി തന്നെയാണ്, ദേവിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നതായതുകൊണ്ടാണ് തത്വമയി എന്ന് പറയുന്നത്. അത് തത്വമസി എന്ന ആ ഒരു മഹാവാക്യത്തിൻ്റെ രൂപം തന്നെയാണ്. തത് പ്ലസ് ത്വം പ്ലസ് അസിയാണല്ലോ. അതായത് ദേവി എന്ന് പറയുന്നത് ബ്രഹ്മം. അത് ആ ബ്രഹ്മം എന്ന് പറയുന്നത് ദേവി രൂപം തന്നെയാണ് എന്നതിൻ്റെ അർത്ഥം. ഇനി 908 തത്വമർത്ഥസ്വരൂപിണി. ഇവിടെയും വീണ്ടും തത്വമസി എന്ന് പറയുന്ന ആ മഹാവാക്യത്തിനെ തന്നെയാണ് പറയുന്നത്. തത് പ്ലസ് ത്വം പ്ലസ് അസി എന്നാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ തത്വമസി എന്ന മഹാവാക്യത്തിലെ തത് പ്ലസ് ത്വം, അതാണ് തത്വം അർത്ഥസ്വരൂപിണി. ആ തത്വം തന്നെ അർത്ഥമായ ശിവജീവന്മാരുടെ ഐക്യം സ്വരൂപമായവൾ. അപ്പം ആ തത്വം തന്നെ ഓരോ ജീവൻ്റെയും സ്വരൂപമാണ്. ആ സ്വരൂപമായവൾ ദേവി എന്നർത്ഥം. അല്ലെങ്കിൽ തത്വങ്ങളുടെ ചൈതന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥം. ഇനി 909 സാമഗാനപ്രിയ. സാമഗാനം അല്ലെങ്കിൽ സാമവേദഗാനം. സാമവേദം എന്ന് പറയുന്നത് ഗാനമായിട്ട് അത് ആ ഗാനം പ്രിയമായിട്ടുള്ളവൾ. സാമഗാനവേദം തന്നെ പ്രിയമായിട്ടുള്ളവൾ, അതാണ് സാമഗാനപ്രിയ. സാമവേദം എന്ന് പറയുന്ന ആ ഗാനം തന്നെ പ്രിയമായിട്ടുള്ളവൾ. ഇപ്പം 4 വേദങ്ങളുണ്ടല്ലോ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ സാമവേദം ആ വേദം ഗാനമായിട്ടുള്ളതും അത് പ്രിയമായിട്ടുള്ള ദേവി. സാമവേദഗാനം പ്രിയമായിട്ടുള്ളവൾ. സാമവേദ മന്ത്രങ്ങൾ പാടാനുള്ളവയാണത്ര. അതുകൊണ്ടാണ് സാമവേദഗാനം എന്ന് പറയുന്നത്. ദേവി സംഗീതപ്രിയയും സംഗീതരൂപിണിയുമാണ് എന്നും സാമഗാനങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നും പറയുന്നു. അതാണ് സാമഗാനപ്രിയ എന്ന് പറയുന്നത്. സാമവേദ ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് സാമഗാനപ്രിയ എന്ന് നാമം. ഇനി അടുത്തത് 910 സൗമ്യ. സൗമ്യ എന്ന് പറയുമ്പോൾ സോമനെ സംബന്ധിച്ചത് സൗമ്യം, അല്ലെങ്കിൽ സൗമ്യയായവൾ, ശാന്തത ഉള്ളവൾ, ശുഭരൂപിണിയായവൾ, പ്രകാശവതി എന്നൊക്കെയാണ് അർത്ഥം അതിൽ. അങ്ങനെ പറയുമ്പോൾ
നമുക്ക് സൗമ്യ എന്ന് പറയുന്നത് സോമനെ സംബന്ധിച്ചത് സൗമ്യം, അങ്ങനെ അല്ലെങ്കിൽ സൗമ്യയായവൾ ദേവി എന്നുള്ള അർത്ഥം പറയാം. അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 910 വരെയാണ്. 901 തൊട്ട് 910 വരെയുള്ള നാമങ്ങൾ. അത് വരുന്ന ശ്ലോകങ്ങൾ: വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യനാഥ രൂപിണി വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിനി. ഈ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 10 നാമങ്ങൾ വരുന്നത്. അപ്പോൾ അത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.